ഹലോ മൈ ഡിയർ ഓൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു റവ ഉപ്മാവ് ഉണ്ടാക്കാം കേട്ടോ. അത് ഹെൽത്തി ആക്കുന്നത് എങ്ങനെയാണെന്നല്ലേ അത് കാണിച്ചു തരാനാണ് കേട്ടോ. ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ ഒരു മീഡിയം സൈസ് ക്യാരറ്റും, പിന്നെ മെയിനായിട്ട് സോയ ചങ്ക്സ് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ചൂടാക്കി അതൊന്ന് സോഫ്റ്റാക്കിയിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചത് വേണം കേട്ടോ. ആസ് യൂഷ്വൽ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉള്ളി ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു കൂട്ടിയത്. ഇത്രയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. കറിവേപ്പില ഒഴികെ ബാക്കി എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ചോപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ചോപ്പർ ഉണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ അടുക്കളയിലത്തെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു ഗാഡ്ജറ്റാണ് കേട്ടോ. വെച്ചാൽ കുറച്ചായിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ, അത്രയേ ഉള്ളൂ. പക്ഷെ നന്നായി ചോപ്പ് ചെയ്ത് കിട്ടും. ചാർജബിളാണ്, കയ്യിൽ പിടിച്ചുകൊണ്ടും ചെയ്യുക, താഴെ വെച്ചുകൊണ്ടും ചെയ്യുക. കുട്ടികളുടെ കയ്യിൽ കളിക്കാൻ കൊടുക്കണ പോലെ കൊടുത്തിട്ട് അവരെ കൊണ്ടും ചെയ്യിപ്പിക്കുക. നല്ല രസമാണ് അതിൽ ചെയ്യാൻ തന്നെ കേട്ടോ. അതുകൊണ്ടില്ലേ ഇത്ര നന്നായിട്ട് ചോപ്പ് ചെയ്ത് വരും അറിയോ. കുട്ടിക്കാലത്തൊക്കെ ഉപ്പുമാവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കാൻ കേട്ടോ. കാരണം എന്താ അറിയോ, എൻ്റെ വീട്ടിലാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നും ഇഡ്ഡലി ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരൂ കുട്ടികളെ എന്ന് പറയുന്നതിന് വേറെ ഇഡ്ഡലി കഴിക്കാൻ വരൂ കുട്ടികളെ എന്നാണ് പറയുക രാവിലെ. ഏകാശിക്കും തിരുവാതിരയ്ക്കൊക്കെ മാത്രമാണ് ഉപ്പുമാവ് ഉണ്ടാക്കുക. അതുപോലെ ഉള്ളിയൊന്നും ചേർത്തിട്ടല്ല, നാളികേരം ചിരണ്ടിയത് ഇടുകയിൽ. അതിൽ വെളിച്ചെണ്ണയിൽ കടുകും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കറിവേപ്പിലയൊക്കെ ഇട്ട് മൂപ്പിക്കില്ലേ, അതിൻ്റെ ഒരു മണം ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമാവും വന്ന്. അപ്പോൾ ഈ ഏകാശിക്കൊക്കെ നോൽമ്പെടുക്കുന്ന അമ്മയും അമ്മൂമ്മയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഓരോ 2 സ്പൂണ് ഉപ്പുമാവ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും ഞങ്ങൾ ഏകാശി വരുമ്പോൾ. അങ്ങനെ കടുകിട്ട് പൊട്ടി കുറച്ച് ഉഴുന്ന് പരിപ്പും ചേർത്ത് മൂപ്പിച്ച് അതിൽ കറിവേപ്പിലയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞത് ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായി വഴറ്റി വരുന്ന സമയത്ത് ആദ്യം ചേർക്കേണ്ടത് നമ്മുടെ ചെങ്ങ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ അതാണ് കേട്ടോ. അത് ഞാൻ ഇടുന്നത് ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല, കാരണം അത് മിസ്സായിപ്പോയി ആ വീഡിയോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊരു പച്ചമണം പോണ വരെ ഒരു 3-4 മിനിറ്റ് നമ്മളതിൽ വേവിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ക്യാരറ്റ് ഇടാൻ. ക്യാരറ്റ് ഇട്ട് പിന്നെ 2 മിനിറ്റ് സോട്ടേ ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 കപ്പ് വറുത്ത് വെച്ച റവ അതിൽ ചേർക്കാം. ഞാൻ 1 കപ്പ് റവയുടെ ഉപ്പുമാവാണ് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ അതൊരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഇതിൽ ഇളക്കിയെടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം അതിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കുക. പിന്നെ അടുത്ത സ്റ്റൗവിൽ ഞാനൊരു 3 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. 1 കപ്പിന് 3 കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് കുറച്ച് ഇങ്ങനെ ലൂസായിട്ടുള്ള ഉപ്പുമാവാണ് ഇഷ്ടം. കട്ടിയുള്ള ഉപ്പുമാവ് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറവ് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 3 സ്പൂണ് നെയ്യ്. വെളിച്ചെണ്ണ ആകെ 2 സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ ആദ്യം ഞാൻ. ഉപ്പുമാവിന് കുറച്ച് നെയ്യോ എണ്ണയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 3-4 സ്പൂണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ. നെയ്യ് എത്ര ഒഴിച്ചാലും അത്രയും ടേസ്റ്റ് ആയിരിക്കും ഉപ്പുമാവിന്. പിന്നെ അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം തിളപ്പിക്കാൻ വെച്ച വെള്ളം ഇപ്പോൾ തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം ഇതിൽ കുറച്ചായിട്ട് ഒഴിക്കുക. ഒന്നിച്ച് ഒഴിച്ചാലല്ലേ ഇത് പെട്ടെന്ന് മുകളിലേക്ക് തളിച്ച് വരും. അപ്പോൾ നമ്മുടെ മുഖത്തെങ്ങാനും തെറിച്ച് കഴിഞ്ഞാലേ, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം അത് ഒഴിക്കാൻ കേട്ടോ. ഇതുപോലെ കണ്ടോ, കുറച്ചായിട്ട് ഒഴിക്കണം.
എന്നിട്ട് അതിലൊരു പകുതി നാരങ്ങയുടെ നീരും കൂടിയിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് സിമ്മിൽ അടച്ച് വയ്ക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ വെന്തിട്ടുണ്ടാവും. പിന്നെ ഒന്ന് ഇളക്കി അതിൽ കുറച്ച് മല്ലിയില ഇട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റിന് അടച്ച് വയ്ക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഉപ്പുമാവ് റെഡിയായി. ഇനിയിപ്പോൾ ഇതെങ്ങനെ സെർവ് ചെയ്യണം ഞാൻ കണ്ടോളൂ കേട്ടോ. അത് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ കുറച്ച് ഉപ്പുമാവ് എടുത്ത് അതിൻ്റെ മേലെ കുറച്ച് സേവ് വെതറി പിന്നെ കുറച്ച് മാതള നാരങ്ങയുടെ കുരുവും കൂടി ചേർത്താലില്ലേ ഹേന്നിരിക്കും.